KTU 2019 സ്കീമിൻ്റെ S1 S2 ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ 5th മൊഡ്യൂളിൻ്റെ തിയറിയാണ്. ഫസ്റ്റ് വണ്ണാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. അപ്പോൾ ഏരിയയിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയറാണ്. പബ്ലിക് അഡ്രസ് സിസ്റ്റം അതിൻ്റെ എൻ്റയർ ബ്ലോക്ക് ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മൈക്രോഫോൺ, സെക്കൻഡ് സ്റ്റേജ് പ്രീ ആംപ്ലിഫയർ, തേർഡ് വൺ പവർ ആംപ്ലിഫയർ, ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ലൗഡ് സ്പീക്കർ. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക്. നമുക്കറിയാം എന്താ മൈക്ക് ചെയ്യുന്നത്, നമ്മുടെ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ആക്ച്വലി മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു ബേസിക് ട്രാൻസ്ഡ്യൂസറാണ്. നമ്മുടെ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോഫോണിൻ്റെ മെയിൻ ഫങ്ഷൻ. ഈ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മളൊരു പ്രീ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യും. പ്രീ ആംപ്ലിഫയറിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പവർ ആംപ്ലിഫയറിനെ ഡ്രൈവ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഈ സിഗ്നലിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് നമ്മുടെ പവർ ആംപ്ലിഫയർ ആണ്. ഈ പ്രീ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ഈ പവർ ആംപ്ലിഫയറിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിഗ്നലിൻ്റെ പവർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് പവർ ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ലൗഡ് സ്പീക്കറാണ്. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ നമ്മുടെ മൈക്കിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ലൗഡ് സ്പീക്കറിൻ്റെ മെയിൻ ഫങ്ഷൻ. നിങ്ങൾക്കറിയാം ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് തന്നെ എന്താണ്, നീഡ് ഫോർ പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്, നമ്മുടെ സൗണ്ടിൻ്റെ വോളിയം അതല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആവശ്യം. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്യുക വേണ്ട, നമ്മൾ സ്റ്റേജിലിപ്പോൾ ഒരു കാര്യം പറയുക, നമുക്കൊരു എൻ്റയർ ക്രൗഡിനെ നമുക്കിത് കേൾക്കാൻ പറ്റണം. ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഒരു ലാർജ് ഡിസ്റ്റൻസിൽ ഈ ഏരിയയിൽ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സൗണ്ട് സിഗ്നലിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യണം. അത് ആ എൻ്റയർ സിസ്റ്റം തന്നെയാണ് നമ്മുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം ബേസിക്കലി ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, റെക്കോർഡ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക, ഈ നമ്മുടെ ഫിസിക്കൽ പാരാമീറ്റർ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് കൺസെപ്റ്റിൽ പറയുന്നത്. ഇതിൻ്റെ മെയിൻലി ഉള്ള ബ്ലോക്ക് ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. അതിൽ 5 ബ്ലോക്കുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്കിനെ നമ്മൾ ഒരുമിച്ച് സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻ്റ് എന്നാണ് വിളിക്കുക. തേർഡ് വൺ ഡേറ്റ ട്രാൻസ്മിഷൻ, ഫോർത്ത് വൺ ഡേറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിനെയാണ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡിൽ പറയുന്നത്. ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്രൈമറി സെൻസിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ട ആ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെൻസറാണ് നമ്മുടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൽ പറയുന്നത്. അതിന് എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോൾ ടെമ്പറേച്ചർ, ഒരു എക്സാമ്പിൾ പറയുന്നത് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ് പ്രൈമറി സെൻസിങ് എലമെൻറ്റിൽ പറയുന്നത്. നമ്മുടെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ പ്രഷറിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ഇനി ഈ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൽ തന്നെ ഇപ്പോഴും നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി കൺവേർട്ട് ചെയ്യണം എന്നില്ല. ചില കേസിൽ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി തന്നെ കൺവേർട്ട് ചെയ്യും. ദെൻ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ബേർഡൻ ട്യൂബിൻ്റെയൊക്കെ എക്സാമ്പിൾ അതാണ്. ബേർഡൻ ട്യൂബിൽ എന്താ ചെയ്യുന്നത്, പ്രഷറിനെ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. എഗെയിൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ LVDT നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എഗെയിൻ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്താക്കി മാറ്റാം, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് പ്രൈമറി സെൻസിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്. സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റും വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റും കൂടെ ചേരുന്നതിനെയാണ് സിഗ്നൽ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൽ പറയുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആരാ, വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നെക്സ്റ്റ് സ്റ്റേജിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവണം എന്നില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൈമറി സെൻസിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു അനലോഗ് ക്വാണ്ടിറ്റി ആണെന്ന് കരുതുക. നെക്സ്റ്റ് സ്റ്റേജിന് ഇൻപുട്ടായിട്ട് വേണ്ടത് ഒരു ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു ADC യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഈ അനലോഗ് ക്വാണ്ടിറ്റീനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു ADC യൂസ് ചെയ്യണം. അതാണ് വേരിയബിൾ കൺവേർട്ടിങ് എലമെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ. നെക്സ്റ്റ് വണ്ണാണ് വേരിയബിൾ മാനിപ്പുലേഷൻ.
അതായത് നമുക്കിപ്പോൾ കിട്ടിയ നമുക്കിപ്പോൾ ഈ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ സാധനത്തിനെ കിട്ടിയ റിസൾട്ടിനെ നമുക്കൊരു സ്യൂട്ടബിൾ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് വേരിയബിൾ മാനിപ്പുലേഷൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ കുറച്ച് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ഫങ്ഷൻസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ലീനിയർ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ, അറ്റന്വേഷൻ, അങ്ങനെ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ആംപ്ലിഫൈ ചെയ്യിക്കാം. അതല്ലെങ്കിൽ നോൺ ലീനിയർ ഫങ്ഷൻസ് ആയിട്ടുള്ള ഫിൽറ്ററിങ്, ക്ലിപ്പിങ്, അങ്ങനെയുള്ള ഏതെങ്കിലും പ്രോസസ്സൊക്കെ ചെയ്യുന്നതാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡേറ്റ ട്രാൻസ്മിഷൻ. എന്താ അത്? നമ്മുടെ സിസ്റ്റം, ഇപ്പോൾ നമ്മുടെ ഡേറ്റ പ്രസൻറ്റേഷൻ സിസ്റ്റം ഇരിക്കുന്നത് കുറച്ചധികം ദൂരത്താണെന്ന് കരുതുക. അങ്ങനെ ദൂരത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ് ഉണ്ടാവണം. ബേസിക് ഡേറ്റ ട്രാൻസ്മിഷൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ടെലമെട്രി സിസ്റ്റമൊക്കെ. ടെലമെട്രി സിസ്റ്റത്തിൽ തന്നെ സാറ്റലൈറ്റ് സിസ്റ്റമൊക്കെയാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മോണിറ്ററിങ് സിസ്റ്റമാണ് ലാസ്റ്റ് വരുന്ന ഡേറ്റ പ്രസൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും ചേരുന്നതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നെക്സ്റ്റ് ഒരു DC പവർ സപ്ലൈ ആണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന AC-നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു കോൺസ്റ്റൻറ്റ് DC ആക്കി പ്രൊവൈഡ് ചെയ്യാനാണ് DC പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ റെക്ടിഫയർ, ഫിൽറ്ററും വോൾട്ടേജ് റെഗുലേറ്ററും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻപുട്ടിൽ കൊടുത്ത AC-നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ് നമ്മുടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ലെവലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് റെക്ടിഫയറാണ്. AC to DC കൺവേർട്ടറാണ് റെക്ടിഫയർ. നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റെക്ടിഫയർ തന്നെയാണ് ഇവിടെ. നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ, 3 ടൈപ്പ് റെക്ടിഫയറാണ് നമുക്കറിയാവുന്നത്. ദെൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരിക്കലും പ്യുവർ DC കിട്ടണം എന്നില്ല. നമുക്ക് പൾസേറ്റിംഗ് DC, അതായത് റിപ്പിൾസ്, AC കണ്ടൻറ്റോട് കൂടിയ DC സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. പിന്നെ നമ്മൾ പൾസേറ്റിംഗ് DC എന്ന് പറയും. ഈ പൾസേറ്റിംഗ് DCയിൽ നിന്ന് പ്യുവർ DC ഫോം ചെയ്യാനാണ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്ററിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കപ്പാസിറ്റർ ഫിൽറ്റർ. ഇത് കൂടാതെ ഇൻഡക്റ്റർ ഫിൽറ്റർ, പൈ ഫിൽറ്റർ, LC ഫിൽറ്ററൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ കൊടുക്കും. നമ്മുടെ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഔട്ട്പുട്ടിലൊരു കോൺസ്റ്റൻറ്റ് DC പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതാണ് DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്.